എല്ലാ കൂട്ടുകാർക്കും യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു എക്സാമും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ലേറ്റായത്. അപ്പം ഇന്ന് നമുക്കൊരു നല്ലൊരു റീഡിങ്ങിലേക്ക് നോക്കാം. നമുക്കിന്ന് യൂണിവേഴ്സിന് നമുക്ക് തരാനുള്ളൊരു ഗൈഡൻസ് നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും പിന്നെ ഈ ഒരു രീതിക്ക് പോയാൽ നമ്മൾ എന്തായി തീരുന്നു, പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും, പിന്നെ നമുക്ക് യൂണിവേഴ്സിന് തരാൻ പറ്റിയൊരു ഗൈഡൻസും, അങ്ങനെ 4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന്, പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നമ്മുടെ സിറ്റുവേഷൻ, നമുക്കിപ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്ന്, ഈ രീതിക്ക് പോയാൽ നമ്മൾ എങ്ങനെയായിത്തീരുന്നു, നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ്. ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് കപ്സ് ആണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിലേക്ക് നോക്കിയിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സെക്കൻഡ് തന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്ന്, എംപററാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് ചോദിച്ച സമയത്ത് നമ്മൾ ഈ രീതിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടായി തീരുന്നു വെച്ചപ്പോൾ ഇത് 3ലേക്കാണ് വന്നത്. ഈ രീതിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യൂണിവേഴ്സിന് നമുക്ക് തരാനുള്ളൊരു ഗൈഡൻസ് ചോദിച്ചപ്പോൾ ഇത് ഫൂളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചോദിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചപ്പോൾ നമുക്ക് വന്നത് 6 ഓഫ് കപ്സ് ആണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തരം റിലേഷനെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ പഴയ കാലത്തുള്ള നിങ്ങളുടെ ഒരു, നിങ്ങളിൽ ഇപ്പോൾ ഇല്ല, പക്ഷെ നിങ്ങളുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ചോ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളിപ്പോഴും ഒരു ഡിപ്രഷനിലാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയതായിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യങ്ങൾ വരിക, അവരെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പഠിക്കുന്ന ഒരു വ്യക്തി, എന്തെങ്കിലും ഒരു എക്സാമിന് അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ബുക്ക് തുറക്കുന്ന സമയത്ത് അവരുടെ ചിന്തകൾ, അവരുടെ ഓർമ്മകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് നിങ്ങൾ പഴയ കാലത്തുള്ള കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നത് ദ എംപററാണ്. ഇതെന്ന് പറയുകയാണെങ്കിൽ എംപറർ കാർഡ് എന്ന് വരുന്നത് ശരിക്കും ഈ വ്യക്തിക്ക് നല്ലൊരു ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ്. ബുദ്ധിപരമായിട്ട് ഇയാൾ നല്ലൊരു കാര്യം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇയാളുടെ നേതൃത്വത്തിലായിരിക്കും, കണ്ടില്ലേ, ഒരു സിംഹാസനത്തിൽ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഈ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെങ്കിൽ, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പഴയകാല ചിന്തകളും ഇതെല്ലാം ആയിട്ടാണ്. പക്ഷെ നിങ്ങൾ പുറമെ നോക്കുമ്പോൾ നിങ്ങളൊരു എംപററിനെ പോലെയാണ് നിങ്ങളിരിക്കുന്നത്. അതായത് എല്ലാ അധികാരങ്ങളും എല്ലാം നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടും എല്ലാം നിങ്ങൾ വലിയൊരു സംഭവമാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഈ പുറമേ കാണിക്കുന്നത്. അതാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളെന്താ ചോദിച്ചത്, നമ്മൾ ഈ രീതിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായി തീരുമെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമുക്ക് വന്നത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ട്. നിങ്ങൾ
എന്തോ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇതിലെ ഈ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ഈ മോളിൻ്റെ താഴെ ഒരു പട്ടി നിന്ന് കുരയ്ക്കുന്ന ഒരു കുറുക്കൻ ഓടിയിടുന്നൊക്കെ ഇല്ലേ. ഇതുപോലെയാണ് നിങ്ങളുടെ ലൈഫിലും. നിങ്ങൾക്ക് ചുറ്റും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, നിങ്ങളെ പരിഹസിക്കാനും കുറ്റം പറയാനും ഒത്തിരി പേരുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇവരുടെയൊക്കെ വാക്ക്, ഇവരിലൊക്കെ നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്കായിട്ട് ഇവിടെ എംബ്രർ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വലിയൊരു സംഭവം, ഭയങ്കര ധൈര്യശാലി എല്ലാ രീതിയിൽ. ഇതിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും നിങ്ങളുടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നൊരു സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങളിലായിരിക്കും നിങ്ങളുടെ കുടുംബം മൊത്തം ആശ്രയിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിലൂടെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കരിയറിനെയോ അല്ല നിങ്ങൾ ഇതിനെയോ നിങ്ങളുടെ മുമ്പോട്ടുള്ളതിനൊരു തടസ്സമായിട്ടാണ് കാണിക്കുന്നത്. ഓവറായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്കാണെങ്കിൽ കൂടുതലായിട്ട് ചിന്ത കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു ലോസ് സംഭവിക്കുന്നത്. ആ ഒരു രീതിയിലാണ് എംബ്രർ എന്ന് പറഞ്ഞത്. പിന്നെ 3 വന്നു. 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പേടിച്ചിട്ടും മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് പറയും, അങ്ങനത്തെ ഒരു പേടിയിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ, അതായത് രഹസ്യമായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു രഹസ്യത്തിൻ്റെതാണ്. രാത്രിയിലാണല്ലോ 3 വരിക. ഒരു രഹസ്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭയത്തെ എല്ലാം പേടിച്ച്, നിങ്ങൾ ഭയം ഒക്കെ ഉണ്ടായിട്ട് മറ്റുള്ളവരെന്ത് പറയുന്നു വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് വെക്കുകയാണ്. നിങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഗൈഡൻസ് നമ്മൾ ചോദിച്ചു യൂണിവേഴ്സിനോട് ഗൈഡൻസ് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ വ്യക്തിയെ കണ്ട ഇത് കറക്റ്റ് നല്ലൊരു റീഡിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ചോദിച്ചപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ എന്താ നമുക്ക് കിട്ടിയത്, നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് കിട്ടിയത്. ഈ ഫുൾ കാർഡിലേക്ക് നോക്കി നിങ്ങൾക്കറിയാം, ഈ വ്യക്തി ധൈര്യത്തോടെ മുമ്പോട്ട് പോവുകയാണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഈ എല്ലാത്തിലും ഒരു മാറ്റം വന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് ഈ വ്യക്തി കാലെടുത്ത് വെക്കുകയാണ്. എന്ത് സാഹസികത എടുക്കാനും ഇയാൾ ഒരുക്കുകയാണെന്നാണ് പറയുന്നത്. അതിൽ ഇയാളുടെ തോളിൽ കണ്ടില്ലേ ചെറിയൊരു പാണ്ടം. അതായത് അയാൾ പഴയകാല ഓർമ്മകളിൽ കുറച്ച് ഓർമ്മകൾ മാത്രമേ അയാൾ കൂടെ കിട്ടുന്നുള്ളൂ. പഴയ എല്ലാ ഓർമ്മകളും കൂട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇയാൾ അതെല്ലാം വിട്ട് കളഞ്ഞ് അയാൾ പുതിയൊരു തുടക്കത്തിലേക്ക് അയാൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് ഈ ഫൂൾസ് കാർഡ് കാണിക്കുന്നത്. അതിൽ നമുക്ക് നല്ലൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കൂടി നമുക്കുണ്ട്. നമ്മൾ മുമ്പോട്ട് പോകണം. നമുക്ക് മുമ്പോട്ട് പോയാൽ എന്താ സംഭവിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഈ മുമ്പോട്ട് പോകാൻ അയാൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഡിവൈൻ തന്നിട്ടുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൂൾ പോലെ ആവാനാണ് പറഞ്ഞത്. ഫൂൾ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി അല്ല കേട്ടോ, ഫുൾ കാർഡ് പോലെ. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് സാഹസികതയും എടുത്തിട്ട് മുന്നോട്ട് പോയി ജയിക്കണം എന്ന ചിന്തയോടെ പഴയ കാലത്തെ ഓർമ്മകളെല്ലാം ഒഴിവാക്കി, മൊത്തത്തിലില്ല, കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഫുൾ പഴയത് ആലോചിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ടൈംലെസ് റീഡിങ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഴയകാല ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അത് ബ്ലോക്കാവുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി ബ്ലോക്കാക്കുന്നത് ദ എംബ്രർ കാർഡ്. അതായത് നിങ്ങൾ എല്ലാം നിങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രഗിളായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്യാതെ നിങ്ങൾ ഈ പഴയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നിങ്ങൾ മുമ്പോട്ട് പോകാനാണ് ഇവിടെ ഫുൾ കാർഡ് നിങ്ങൾക്ക് പറഞ്ഞത്. അല്ല, നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ
മൂൺ കാർഡാണ് കാണിച്ചത്. അതായത് നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ആലോചിച്ച് നിങ്ങൾ ഇരുന്ന് പോകത്തേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. മറ്റുള്ളവരെന്ത് പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാരും നമ്മുടെ കൂടെ ഒരു വിഷമഘട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകാം. ഇനി നമുക്കൊന്ന് ഒരു ഏഞ്ചൽസ് ഗൈഡൻസും കൂടി നോക്കാം. ഏഞ്ചൽസിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? ഒരു കാർഡ് തുറച്ച് വേണം നമുക്കിത് തന്നെ എടുക്കാം. റീകൺസിഡർ എന്നാണ് ഏഞ്ചൽസ് കാർഡിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താ? റീകൺസിഡർ എന്ന് പറയുകയാണെങ്കിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഒരു പ്ലാന്, നിങ്ങളുടെ മനസ്സിലുള്ളൊരു പ്ലാന് ഉണ്ടാവും. ആ പ്ലാന് നിങ്ങൾ ഒന്നും കൂടി റീഇവാലുവേറ്റ് ചെയ്യാനാണ്. ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പ്ലാനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് ഒന്നും കൂടി തറവായിട്ട് ഒന്നും കൂടി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറച്ച് സമയമെടുത്ത് ചിന്തിക്കുക. എന്നിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാം, നിങ്ങളുടെ ആ ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്നുള്ള ഒരു കാര്യം. ആ കാര്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാൻ കേപ്പബിളായിട്ടുള്ളൊരു വ്യക്തിയോടോ ആ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയാം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു തരും അല്ലേ? അപ്പോൾ അതും കൂടി നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ്, അതായത് നിങ്ങളുടെ ഈ പ്ലാൻ എന്താണോ അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇതിൽ റീകൺസിഡർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാവൽമാലാഖ നിങ്ങളുടെ എപ്പോഴുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കാവൽമാലാഖയോട് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം, നിങ്ങൾ ഒരു ഗൈഡൻസ് ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരുത്താനല്ല ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നതിന് ഒരു ബെറ്റർ ടൈം വരും, നമുക്ക് ഒരു നല്ലൊരു സമയം വരും എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു സമയം വരും. എന്തിന് നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അത് തന്നെയാണ് ഇതിലും പറഞ്ഞത്. നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊരു മാറ്റം വേണമെന്ന് തന്നെയാണ് ഈ റീകൺസിഡർ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് കാർഡും ഈ ഡിവൈൻ ഗൈഡൻസും പിന്നെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസും ഇതെല്ലാം പറയുന്ന ഒരു കാര്യം തന്നെ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറി ചിന്തിക്കുക. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതിലൊരു സെൽഫ് റെസ്പെക്റ്റിൽ കുറവുള്ള കുറച്ച് ആളുകളുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അവർ സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും ഇപ്പോൾ ഈ പഴയൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളൊരു റിലേഷൻ ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ, ഏത് വിധയിലേക്കും നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ആലോചിച്ച് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പോട്ടേക്ക് ഇറങ്ങി ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രം ലൈഫാണ്. അപ്പോൾ നിങ്ങളത് നശിപ്പിക്കാതെ നിങ്ങളത് നന്നാക്കിയെടുക്കുക. നമ്മളിവിടെ ഒരു നല്ലൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പോസിറ്റീവ് ആകുമ്പോൾ ഈ പോയവരൊക്കെ നമ്മുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും. അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല എന്ന് യൂണിവേഴ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ചു വരത്തുള്ളൂ. അല്ല ഈ പോയവർ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മുടെ ലൈഫ് കുത്തുവാളെടുക്കുമെങ്കിൽ ഇത് നമ്മളെ യൂണിവേഴ്സായിട്ട് തന്നെ ഒഴിവാക്കുന്ന റിലേഷൻഷിപ്സ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു റിലേഷനെ പറ്റി നോക്കിയിട്ടില്ല. ഇതിൽ ഈ വന്ന കാർഡ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ റിലേഷനും നമുക്ക് വേണം, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഇപ്പോൾ സമയം കളയാതെ നിങ്ങൾ മാക്സിമം നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ 7 ചക്രാസ് മെഡിറ്റേഷൻ നല്ലൊരു മെഡിറ്റേഷനാണ്. യൂട്യൂബിൽ ഇപ്പം പലരും ചെയ്യുന്നുണ്ട് 7 ചക്രാസ്. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ക്ലാസ്സിൽ തരാനല്ല, പക്ഷെ നിങ്ങൾ നോക്കിയിട്ട്
നല്ല വീഡിയോ ഏതാണോ നോക്കിയിട്ട് 7 ചക്രാസ് നിങ്ങൾ ഡെയിലി ചെയ്യുക. ഒരു ദിവസം പോലും നിങ്ങൾ മുടക്കരുത്. ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെല്ലാ 7 ചക്രാസും ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ തടസ്സങ്ങളും മാറുമെന്നാണ് പറയുന്നത്. എനിക്കത് ചെയ്തിട്ട് നല്ലൊരു മാറ്റമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിലാകുമ്പോൾ വലിയ പൈസ ചിലവൊന്നുമില്ലല്ലോ, യൂട്യൂബ് നോക്കി ചെയ്യാവുന്നതല്ലോ. അപ്പോൾ നന്നായിട്ട് അത് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഈ 7 ചക്രാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മയ്ക്കും നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ എന്തെങ്കിലും എക്സാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓർമ്മ കിട്ടും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഉണർവോടെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സെൽഫ് ലവ് ചെയ്ത് മുമ്പോട്ട് പോയി നമുക്കൊരു സക്സസ് വരുമ്പോൾ ഈ പോയ ആളുകളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇത് വേണോ വേണ്ടതെന്ന്. അപ്പം ഇന്നത്തെ നിങ്ങളുടെ റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ യൂണിവേഴ്സ് ഗൈഡൻസ്. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.